ഹലോ ഫ്രണ്ട്സ്, ഒരു ലാപ്ടോപ്പിൽ എങ്ങനെ ഒരു സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് അഥവാ SSD ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. എനിക്കൊരു ഡെല്ലിൻ്റെ 5000 സീരീസ് മോഡലിലുള്ള ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അതിലൊരു വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ SSD ആണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഈ SSD നമുക്ക് ഏത് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതൊരു WDയുടെ 240 GB കപ്പാസിറ്റിയുള്ള SSD ആണ്. ഗ്രീൻ എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അറൗണ്ട് 2500 റുപ്പീസിനാണ് ഞാൻ വാങ്ങി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ഏറ്റവും സ്ലോ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹാർഡ് ഡിസ്ക്. പ്രൊസസ്സർ, റാം എന്നിവയൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. സോ SSD വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ പെർഫോമൻസിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാകും. ഈവൻ ബൂട്ട് ടൈം എല്ലാം പെട്ടെന്ന് ഫിനിഷ് ആവുന്നതായിരിക്കും. സോ ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഓൾറെഡി ഞാൻ ബാറ്ററി നേരത്തെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളത് റിമൂവ് ചെയ്യുക. ആദ്യം ബാറ്ററി റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവ് ഓരോന്നായിട്ട് റിമൂവ് ചെയ്യുക. അതിൽ 3 സ്ക്രൂസ് ഉണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ SSD അവിടെ റീപ്ലേസ് ചെയ്യുക. സോ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സാറ്റ കേബിളിലാണ് മദർ ബോർഡുമായിട്ട്. സോ ഞാൻ ആ മെക്കാനിക്കൽ 1 TBയുടെ ഒരു മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവ് റിമൂവ് ചെയ്യുകയാണ്. ഇതിലൊരു അഡാപ്റ്റർ ഉണ്ട്. ആ അഡാപ്റ്ററിലേക്കാണ് ഈ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കത് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ SSD അതിൽ കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് ആ ഒരു ഹോൾഡറിൽ വീണ്ടും കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ 4 സ്ക്രൂസ് ഉണ്ട്. അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് SSD അവിടെ റീപ്ലേസ് ചെയ്യുക. ഇനി ആ SSD പഴയതുപോലെ ആ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യുക. നാല് സ്ക്രൂസും ചെയ്യുക. സാറ്റ കണക്ടറുമായിട്ട് കണക്ട് ചെയ്യുക. ഇൻറ്റേർണൽ ബാറ്ററിയാണ് ലാപ്ടോപ്പ് എങ്കിൽ ആദ്യം ഇൻറ്റേർണൽ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് മാത്രം ഹാർഡ് ഡ്രൈവ് റിമൂവ് ചെയ്യുക. ഞാൻ AC പവറിലാണ് ഈ ലാപ്ടോപ്പ് കൂടുതലും യൂസ് ചെയ്യാറ്. സോ എനിക്കൊരു ഇൻറ്റേർണൽ ബാറ്ററി ഇല്ല. ഞാനത് ഓൾറെഡി റിമൂവ്ഡ് ആണ്. SSD കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഒരു പെൻ ഡ്രൈവ് ഉണ്ടായാൽ മതി. എങ്ങനെ ഒരു ബൂട്ടബിൾ പെൻ ഡ്രൈവ് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വൺസ് വിൻഡോസ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗുഡ് ടു ഗോ. ഒരു പെർഫോമൻസ് ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തന്നെ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.